ഇപ്പോ ശ്രീജിത്ത് സാൻഡ് ആർട്ടിനെ കുറിച്ച് സംസാരിച്ചു. അതെ, പറയാം നേടാം എന്ന പ്രേക്ഷകർക്ക് സാൻഡ് ആർട്ടിലൂടെ ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിന്റെ മുഖം ചെയ്യാൻ പറ്റുമോ? സാർ അത് ഒരു ഒരു കണ്ടന്റ് ആയിട്ട് ഞങ്ങൾ വന്നേക്കണേ. അങ്ങനെ ഒരു ചെയ്യാം. സാൻഡ് ആർട്ട് എന്തായാലും ഇത്രയും വലിയൊരു ഞാൻ ഇതുവരെ മീഡിയയിൽ ചെയ്തിട്ടില്ല. സാൻഡ് ആർട്ട് ഞാൻ പറഞ്ഞല്ലോ 1 മാസമായിട്ടുള്ളൂ. അപ്പോൾ സാർ ഇങ്ങോട്ട് പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും ഞാനത് ഇവിടെ എന്തായാലും ശ്രീജിത്ത് കണ്ടിന്യൂ ചെയ്തോളൂ. രഞ്ജു ഒരു പാട്ട് പാടും, ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നു. അല്ല, ഞാൻ അവിടെ വരയ്ക്കുമ്പോൾ ഈ ഉത്തരം പറയുമ്പോൾ പണം കിട്ടുമ്പോൾ അത് എങ്ങനെയായിരിക്കും എന്നുള്ളത്. അല്ല, അത് ഞാൻ ഏറ്റു. ഓക്കെ ഡൺ. അപ്പൊ രഞ്ജു എന്തായാലും ശ്രീജിത്ത് ഇതാ തുടങ്ങാണ്. അപ്പൊ ഒരു പാട്ട് പാടിക്കൊടു. പിന്നെന്താ പാട്ട് റെഡി. ഞാനിപ്പോ മണിച്ചേട്ടന്റെ പാട്ടുകൾ ഞാൻ സ്റ്റേജിൽ പാടുമ്പം ഭയങ്കര നാക്കൊടക്കുന്ന രീതിയിലുള്ള ചില പാട്ടുകളാണ് കൂടുതലും പാടാറുള്ളത്. അതിനകത്തിപ്പം തലവഴി മുണ്ടിട്ട് കടയിന്ന് വടവാങ്ങി മറപ്പറ്റി പമ്മി ഉറഞ്ഞെന്ന് ഷപ്പിക്കാരി കണ്ണെഴുതി പൊട്ടുന്നൊട്ട് പൊട്ടിനിട്ട് വട്ടം കുത്തി കാഞ്ചിപ്പുരം പട്ടുപറ്റി പൊട്ടിട്ടൊരു താരടിച്ച് അയലത്തെ ചേട്ടന്റെ കോളേജിൽ പഠിക്കണം ഉമ്മയുടെ ചേച്ചിരെ കെട്ടിന് മുമ്പ് ഷപ്പി പോയി വീശിറങ്ങണ നന്നാണോ, സതിയൂണിന് മുമ്പേ വീശണ നന്നാണോ, ഷപ്പിൽ പോയി വീശിറങ്ങണ നന്നാണോ, സതിയൂണിന് മുമ്പേ വീശണ നന്നാണോ, കണ്ണെഴുതി പൊട്ടുന്നൊട്ട് പൊട്ടിനിട്ട് വട്ടം കുത്തി കാഞ്ചിപ്പുരം പട്ടുപറ്റി പുറ്റിട്ടുതാറടിച്ച് വട്ടം കറങ്ങി നടക്കണ കണ്ടോടാ, പൂവാലന്മാര് കുറുങ്ങണ കണ്ടോടാ, വട്ടം കറങ്ങി നടക്കണ കണ്ടോടാ, പൂവാലന്മാര് കുറുങ്ങണ കണ്ടോടാ, കണ്ടൊടിഞ്ഞ വാഴ പോലെ കഴുത്തൊടിഞ്ഞിരുന്നോണ്ട് കണ്ണ് കാണാൻ തോന പോലെ തപ്പിത്തടഞ്ഞിരുന്നോണ്ട് ഇലമാറി ചോറ് വാരണ നന്നാണോ, അച്ചാറ് കണ്ണില് തേക്കണ നന്നാണോ, തലവഴി മുണ്ടിട്ട് കടയിന്ന് വടവാങ്ങി മറപ്പറ്റി പമ്പമ്മി ഒറിഞ്ഞെന്ന് ഷപ്പി കയറി കണ്ണെഴുതി പൊട്ടുന്നൊട്ട് പൊട്ടിനിട്ട് വട്ടം കുത്തി പൂരം വെട്ടിപ്പെട്ടി പൊട്ടിട്ടുതാറടിച്ച്. ഇത് ഞാനില്ലേ പടകാളി ചണ്ടിച്ചങ്കരി പാടിയിരിക്കുന്ന പൊളിയായിട്ടുണ്ട്. സത്യത്തിൽ നല്ലൊരു അനുഭൂതിയായിരുന്നു ഞങ്ങളുടെ പ്രേക്ഷകർക്ക്. പാട്ടും പുതിയ രീതിയിലുള്ള കരോക്കി മിമിക്രിയും ഇതെല്ലാം കൊണ്ടും സമ്പന്നമാക്കി പറയാം നേടാം എന്ന ഈ ഷോ. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും നമ്മുടെ ശ്രീജിത്ത് ഇവിടെ വരച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി ഏതാനും നിമിഷങ്ങൾക്കകം അദ്ദേഹം ഫിനിഷ് ചെയ്യും, അല്ലേ? അപ്പൊ ഒരു സർപ്രൈസ് ആയിട്ടൊരു പാട്ടുണ്ട്. എന്നാലും അതിന് മുമ്പ് എന്തെങ്കിലും ഞാൻ കുറച്ച് ഞാൻ അത്ര പെർഫെക്ഷൻ ആക്കി കൊണ്ടുവന്നിട്ടില്ല. എന്നാലും അത് ഫസ്റ്റ് ഞാൻ ഇവിടെ ഈ ഫ്ലോറിൽ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുകയാണ്. JB ജംഗ്ഷൻ, ജോൺ ബുട്ട സാറും മണിച്ചേട്ടനും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ. ഇതൊരു ശ്രമം മാത്രമാണ്, പെർഫെക്ഷൻ കുറഞ്ഞേക്കാം. മണിച്ചേട്ടനും ജോൺ ബുട്ട സാറും തമ്മിലുള്ളൊരു സംഭാഷണം. നമസ്കാരം. പണ്ടിന്റെ മണമുള്ള നാടൻ പാട്ടുകൾ മലയാളികൾക്ക് സമ്മാനിച്ച ശ്രീ കലാഭവൻ മണിയാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. മണി മണി നമസ്കാരം സാർ, സുഖമായിട്ടിരിക്കണം സാറ്. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു, കാരണം മനസ്സ് തുറക്കാൻ പറ്റുന്ന ഒരു വേദിയായിരിക്കും ഇന്നത്. മണി വരുമ്പോൾ തന്നെ ഒരു നാടൻ പാട്ടാണ്, ഒരു നാടൻ പാട്ട് പാടൂ മണി. അത് ശരിയാ സാറേ, കാരണം നാടൻ പാട്ടിൽ നീ പിന്നെ ഞാനില്ല. അപ്പം എന്തായാലും ഒരു നാടൻ പാട്ട്, എൻ്റെ നാടിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ ആദ്യം പാടുന്നൊരു പാട്ടുണ്ട്. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ, ചെമ്പല്ലി കരിമീൻ ചെമ്മീന് പെണ്ണിന്റെ കുട്ടേലി നെയ്യുള്ള പിടക്കണ മീനാണേ, മീനും കൊണ്ടഞ്ചാറ് വട്ടം അങ്ങട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ, മീനും കൊണ്ടഞ്ചാറ് വട്ടം അങ്ങട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ, നേരം പോയി മീനും ചീഞ്ഞേ അന്നത്തെ കച്ചവടം വെള്ളത്തിലായി, നേരം പോയി മീനും ചീഞ്ഞേ അന്നത്തെ കച്ചവടം വെള്ളത്തിലായി. അപ്പൊ സർപ്രൈസ് ഞാൻ പൊട്ടിക്കാൻ പോവാണ്. ശരി, ഓക്കെ. മലയാളത്തിൻ്റെ പ്രിയ ഗായക
ലാലേട്ടൻ പാട്ടുകളിലെ ഗായക. മാർഗഴിയും മല്ലികയും ചന്ദനമണി സന്ധിയിലും ചടുലവേഗ താളമോടെ പാടുന്ന കേട്ടാൽ ഏതൊരു മലയാളിയും ചുവട് വെച്ച് നടനമാടുമേ. MG നമ്മുടെ താരമാണടാ, ശ്രീകുട്ടേട്ടൻ താരമാണടാ. MG നമ്മുടെ താരമാണടാ, ശ്രീകുട്ടേട്ടൻ താരമാണടാ. വാ വാ താമര പെണ്ണിന്റെ പിന്നാലെ കുട്ടികളെ കൂടെയും കുട്ടിക്കരുമാടി കുട്ടനെ നമുക്ക് തന്ന ശ്രീയേട്ടനല്ലേ. അന്നും ഇന്നും നെഞ്ചിൻ്റെ ഉള്ളിൽ പതിഞ്ഞൊരു കണ്ണിപ്പൂവിന്റെ കവിളിൽ തലോടി ഒത്തിരി ഗാനങ്ങൾ സ്വന്തം സ്വരം കൊണ്ടു സാഗരം തീർത്തവനാ. പാടിത്തെളിഞ്ഞവന ഈ കൊച്ചേട്ടൻ നമുക്ക് സ്വന്തമല്ലേ. ഓരോ മലയാളി നെഞ്ചിലെ തെറ്റിയ താരമല്ലേ. പാടിത്തെളിഞ്ഞവന ഈ കൊച്ചേട്ടൻ നമുക്ക് സ്വന്തമല്ലേ. ഓരോ മലയാളി നെഞ്ചിലെ തെറ്റിയ താരമല്ലേ. മലയാളത്തിൻ്റെ പ്രിയ ഗായക, ലാലേട്ടൻ പാട്ടുകളിലെ ഗായക. മാർഗഴിയും മല്ലികയും ചന്ദനമണി സന്ധിയിലും ചടുലതേക താളമോടെ പാടുന്ന കേട്ടാൽ ഏതൊരു മലയാളിയും ചുവട് വെച്ച് നടനമാടുമേ. MG നമ്മുടെ താരമാണടാ, ശ്രീകുട്ടേട്ടൻ താരമാണടാ. MG നമ്മുടെ താരമാണടാ, ശ്രീകുട്ടേട്ടൻ താരമാണടാ. MG നമ്മുടെ താരമാണടാ, ശ്രീകുട്ടേട്ടൻ താരമാണടാ. എനിക്കൊന്നും പറയാനില്ല, വാക്കുകളില്ല. സത്യത്തിൽ ഇതൊരു ഗ്രേറ്റ് സർപ്രൈസ്. എൻ്റെ ജീവിതത്തിൽ എനിക്കിങ്ങനൊരു സർപ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനൊരു പാട്ടും ഇങ്ങനൊരു ഇതും ഒരു പിക്ചർ ഇങ്ങനെ ഞാൻ ഒരിക്കലും ഉദ്ദേശിച്ചില്ല. കാരണം ഇത് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ആരും മോഹൻലാലോ മമ്മൂട്ടിയോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള താരമാണെന്ന് വിചാരിച്ചു. പക്ഷേ ഇദ്ദേഹം ഈ പാട്ട് പാടിയപ്പോൾ ഞാൻ ഉറപ്പായിട്ട് വിചാരിച്ചത് മോഹൻലാലായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എനിക്ക് ഇത്രയും പെർഫെക്ഷനോട് കൂടി ഒരു സംഭവം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു ഗിഫ്റ്റായിട്ട് തന്നതിന് ഞാൻ 1000 നന്ദി പറയുന്നു. എന്താണ് പറയുന്നത്, എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് രണ്ടുപേർക്കും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. കല എന്ന് പറഞ്ഞ 2 അക്ഷരം, അത് ദൈവത്തിൻ്റെ വരദാനമാണ്. ആ വരദാനം കിട്ടിയ 2 വ്യക്തികളാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. എന്താണ്, എനിക്കൊന്ന് കൂടുതലൊന്നും പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. നിങ്ങൾ രണ്ടുപേരും പുലിയാണ്, പുലി. നമുക്കറിയാമല്ലോ, സംഗീതം എവിടെ ഉണ്ടാകുന്നു എന്ന് പറയാൻ പറ്റില്ല. അച്ഛനും അമ്മയും അല്ലെന്നുണ്ടെങ്കിൽ കുടുംബം മുഴുവൻ സംഗീതജ്ഞരായിരിക്കും. പക്ഷേ ഒരു വ്യക്തിക്ക്, അവിടെ ജനിക്കുന്നൊരു വ്യക്തിക്ക് സംഗീതം കിട്ടണമെന്നില്ല. അതുപോലെ കുടുംബം മുഴുവൻ അഭിനേത്രികളുമായിരിക്കും. പക്ഷേ അവിടെ ജനിക്കുന്നൊരു വ്യക്തിക്ക് അഭിനയം കൈവശമാകണമെന്നില്ല. അപ്പം ചുരുക്കി പറഞ്ഞാൽ കല ദൈവത്തിൻ്റെ ഒരു വരദാനമാണ്. അത് നിങ്ങൾക്ക് ധാരാളമുണ്ട്. മൂകാംബിക ദേവി എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. പറയാം നേടാം എന്ന ഈ ഷോയിൽ ഇത്രയും നാൾ വന്നതിൽ എനിക്കൊരു സർപ്രൈസ് കിട്ടിയത് ഇന്നാണ്. ഒരുപാട് നന്ദി, ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എല്ലാ ആശംസകളും. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്.